Hi everyone, welcome back to Learning Planet. നമുക്ക് ഇന്ന് പുതിയ ഒരു സെഗ്മെൻറ്റിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. നമുക്ക് ഈ സെൻറ്റൻസ് നോക്കാം. ഐ വിൽ ബി വർക്കിംഗ് അബ്രോഡ്. ഞാൻ വിദേശത്ത്, അബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശം. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഇന്നൊന്നും അങ്ങനെയൊന്നും പ്രിപ്പോസിഷൻസ് ഒന്നും ചേർക്കില്ല. ഐ വിൽ ബി വർക്കിംഗ് അബ്രോഡ്. ഞാൻ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഇനി ഭാവിയിൽ ഏതെങ്കിലും സമയത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു തുടർച്ചയുണ്ട്, പക്ഷെ ഭാവിയിലാണെന്ന് മാത്രം. അപ്പോൾ അതിനൊരു ചോദ്യം വന്നിരിക്കുന്നു. നോക്കൂ, ഈ വില്ല് തന്നെയാണ് നമ്മളിവിടെ ആദ്യം ചേർത്തിരിക്കുന്നത്. വിൽ യു ബി, ഐ എന്നത് യു ആകുന്നു, പക്ഷേ വിൽ യു ബി അപ്രോപ്പറായിട്ട് വരും ഓക്സിലറീസ്. വിൽ യു ബി വർക്കിംഗ് അബ്രോഡ്, വിൽ യു ബി വർക്കിംഗ് അബ്രോഡ്. നീ വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുമോ? വിൽ യു ബി സ്റ്റഡിയിങ് അബ്രോഡ്. അപ്പോൾ നമ്മൾ അങ്ങനെയും ചിലപ്പോൾ പറയാം, ഐ വിൽ ബി സ്റ്റഡിയിങ് ഇൻ കാനഡ. ഞാൻ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കും. സോ വിൽ യു ബി സ്റ്റഡിയിങ് ഇൻ കാനഡ. ഇങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ തുടരുന്നു പറയാണ്. ഇത് ഇപ്പോൾ തുടരുന്നതായിട്ട് പറയുന്നത് ചോദിക്കാം, അതിനിവിടെ ആം ചേർക്കും. ഐ ആം വർക്കിംഗ് അബ്രോഡ്. ഞാനിപ്പോൾ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഐ വാസ് വർക്കിംഗ് അബ്രോഡ്. ഞാൻ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നു. നോട്ട് നൗ, ബട്ട് ഐ വാസ് വർക്കിംഗ് അബ്രോഡ്. ഇത് ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ പറയാനാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്നാണ് ഇതിന് പറയുക. ഭാവിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വിൽ ബി, അല്ലെങ്കിൽ നമുക്കിവിടെ ഷാൽ ബി എന്നും ചേർക്കാം. ഷാൽ ബി, ഐ ഷാൽ ബി വർക്കിംഗ് അബ്രോഡ്. അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. സോ ഷാൽ യു ബി, വിൽ യു ബി, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ സെൻറ്റൻസ് നോക്കാം. ദേ വിൽ ബി വിസിറ്റിംഗ് താജ്മഹൽ. ദേ വിൽ ബി വിസിറ്റിംഗ് താജ്മഹൽ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അവർ താജ്മഹൽ സന്ദർശിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അവർ എവിടെയാണ് സന്ദർശിച്ചു കൊണ്ടിരിക്കുക എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നോക്കാം. ദേ വിൽ ബി വിസിറ്റിംഗ് താജ്മഹൽ. അവരെവിടെ സന്ദർശിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നോക്കാം. വേർ വിൽ ദേ ബി, വേർ വിൽ ദേ ബി വിസിറ്റിംഗ്. Where will they be visiting? They will be visiting Taj Mahal. They will be visiting Taj Mahal. അപ്പോൾ നമ്മളൊരു കാര്യം ഭാവിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയുക. ഇപ്പം നമ്മളൊരു സമയം പറയുന്നു, ഒരു 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ടിരിക്കും. സോ ഐ ഷാൽ ബി സ്റ്റേയിങ് ഇൻ ബാംഗ്ലൂർ ആഫ്റ്റർ 3 months. ആഫ്റ്റർ 3 months I shall be staying, most probably I shall be staying in Bangalore. ഐ ഷാൽ ബി സ്റ്റേയിങ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഞാൻ അവിടെ ബാംഗ്ലൂരിൽ താമസിക്കുമെന്നല്ല, താമസിച്ചു കൊണ്ടിരിക്കും. നോട്ട് നൗ, അറ്റ് പ്രസൻറ്റ് ഐ എം ഹിയർ, ബട്ട് ആഫ്റ്റർ 3 or 4 months ഐ വിൽ ബി ഓർ ഐ ഷാൽ ബി സ്റ്റേയിങ് ഇൻ ബാംഗ്ലൂർ. ഇങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ വിൽ ബി എന്ന് ഉപയോഗിക്കാം, ഷാൽ ബി എന്ന് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന പദമെടുത്ത് അതിൻ്റെ കൂടെ ing ചേർക്കുക. അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കും, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മളത് പറയുക. Okay, so let's see these examples. Raju will be cooking rice and curry. Raju will be cooking rice and curry. രാജു ചോറും കറിയും വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളതിങ്ങനെ ഒരു തുടർച്ചയെ കാണിക്കുന്നു. അയാളെ ഏൽപ്പിച്ചു, അയാൾ ആ ദിവസം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ we assigned a duty to Raju and he will be cooking rice and curry. അപ്പോൾ രാജു എന്താണ് പാകം ചെയ്തുകൊണ്ടിരിക്കുക? എന്ത് പാകം ചെയ്തുകൊണ്ടിരിക്കും? രാജു എന്ത് പാകം ചെയ്തുകൊണ്ടിരിക്കും? ഇപ്പോഴല്ല, നമ്മൾ ആ ഒരു സമയത്ത്, ഇൻ ഫ്യൂച്ചർ അറ്റ് എ പർട്ടിക്കുലർ മൊമെൻറ്റ് ഇൻ ഫ്യൂച്ചർ ഓർ എ പർട്ടിക്കുലർ മൊമെൻറ്റ് ഓൺവേർഡ്സ് ഇൻ ഫ്യൂച്ചറിൽ ഒരു ഭാവിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സമയം മുതൽ അങ്ങോട്ട് അദ്ദേഹം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ റൈസ് ആൻഡ് കറി, എന്താണ് രാജു കുക്ക് ചെയ്തുകൊണ്ടിരിക്കും? എന്ത് രാജു കുക്ക് ചെയ്തുകൊണ്ടിരിക്കും? അങ്ങനെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നോക്കാം. ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട് വിൽ രാജു ബി കുക്കിംഗ്? വാട്ട് വിൽ രാജു ബി കുക്കിംഗ്? ഇനി ഇതിലെല്ലാം നമുക്ക് മാറ്റങ്ങൾ വരുത്താം. രാജു എന്തെഴുതിക്കൊണ്ടിരിക്കും? വാട്ട് വിൽ രാജു ബി റൈറ്റിംഗ്?
വാട്ട് വിൽ രാജു ബി റൈറ്റിംഗ്? രാജു എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും? വാട്ട് വിൽ രാജു ബി തിങ്കിങ്? അങ്ങനെയാണ് നമ്മൾ പറയുക. രാജു എന്ത് കളിച്ചുകൊണ്ടിരിക്കും? അപ്പോൾ രാജു എന്ത് കളിച്ചുകൊണ്ടിരിക്കും? വാട്ട് വിൽ രാജു ബി പ്ലേയിങ്? രാജു വിൽ ബി പ്ലേയിങ് ചെസ് ഓർ ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ, എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് നൗ സി ദ സെക്കൻഡ് ആൻസർ ഈസ് വി ഷാൽ ബി വിസിറ്റിംഗ് ചെന്നൈ. ഞങ്ങൾ ചെന്നൈ സന്ദർശിച്ചു കൊണ്ടിരിക്കും. ഇതും ഭാവിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കും എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വി ഷാൽ ബി, വി വിൽ ബി എന്ന് പറയുന്നതിന് ഒരു വി ഷാൽ ബി ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി എന്നത് നമ്മളൊരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അതും ഇതുപോലെ യു എന്നാകും. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ചെന്നൈ ഒരു സ്ഥലമാണ് അല്ലേ? അപ്പോൾ ഒരു സ്ഥലം നമ്മൾ ഉത്തരമായിട്ട് കിട്ടണം. വേർ ഇനി ഷാൽ, വേർ ഷാൽ യു ബി, വേർ ഷാൽ യു ബി വിസിറ്റിംഗ്? Where will you be visiting or where shall you be visiting? So where shall you be visiting? We shall be visiting. Where shall you be visiting? ഓക്കെ, അപ്പോൾ ഈ ഷാൽ എന്നൊക്കെ അങ്ങനെ ഒരുപാട് ശക്തി കൊടുത്ത് പറയുന്നും വേണ്ട. Where shall you be visiting? Where shall you be visiting? അപ്പോൾ നിങ്ങൾ എവിടെ സന്ദർശിച്ചുകൊണ്ട്? We shall be visiting ചെന്നൈ. ചെന്നൈ സന്ദർശിച്ചുകൊണ്ടിരിക്കും. ദിസ് ടൈം, ഇത്തവണ ഞങ്ങൾ ചെന്നൈ സന്ദർശിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ സമ്മർ വെക്കേഷൻ ഏപ്രിലാണ് നമ്മൾ ആരംഭിക്കുന്നത് പറയുന്നത്. യു സീ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട്സ് ഇൻ ഏപ്രിൽ ആൻഡ് മോസ്റ്റ് പ്രോബ്ലി വി ഷാൽ ബി വിസിറ്റിംഗ് ചെന്നൈ. അപ്പോൾ കൂടുതൽ സാധ്യതയുള്ള കാര്യം ഞങ്ങൾ ചെന്നൈ സന്ദർശിച്ചുകൊണ്ടിരിക്കും. Perhaps we will be visiting Chennai this time, or we will be visiting Chennai this time. We have a plan to visit Chennai. അങ്ങനെ പറയാം. We will be visiting Chennai this time. ഞങ്ങൾ ഇത്തവണ ചെന്നൈ സന്ദർശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഈ 3 സെൻറ്റൻസുകൾ നോക്കാം. I am waiting for ഷാജി, and I was waiting for ഷാജി, and I will be waiting for ഷാജി. എല്ലാത്തിലും വെയിറ്റിംഗ് എന്ന വാക്ക് വരുന്നുണ്ട്. അതേ സമയത്ത് ഓക്സിലറീസ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തുടരുന്ന കാര്യം പറയുമ്പം ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഈസും ING ചേർക്കും. ഒന്നിലധികം പേര് വരുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഒന്നിലധികം ആളുകളെ സൂചിപ്പിക്കുക ആറും ING, ഐ വരുമ്പോൾ ആം ING. പാസ്റ്റ് കണ്ടിന്യൂസിൽ, അതായത് തുടർന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരാൾ ചെയ്തുകൊണ്ടിരുന്നു, വാസ് ചേർക്കുക, ING ചേർക്കുക. ഒന്നിലധികം പേർ ചെയ്തുകൊണ്ടിരുന്നു, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. ബിഗിനേഴ്സിനോട് അങ്ങനെ പറയുന്നു. പകരം ഇവിടെ വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഗ്രാമർ പഠിക്കുന്നതിന് പകരം ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു, വാസ് ING. ഒന്നിലധികം പേർ ചെയ്തുകൊണ്ടിരുന്നു, വേർ ING, WERE ING. ഇനി ഫ്യൂച്ചറിൽ തുടർന്നുകൊണ്ടിരുന്നു, ഭാവിയിൽ തുടർന്നുകൊണ്ടിരുന്നു അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഭാവിയിൽ ഒരു സംഭവം തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്തായാലും വിൽ ബി ING ചേർക്കുന്നത്. അപ്പോൾ നോക്കാം, അർത്ഥം നോക്കാം. ഞാൻ ഷാജിയെ കാത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. ഞാൻ ഷാജിയെ കാത്തുകൊണ്ടിരുന്നു അന്ന്, ആ സമയത്ത്. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ ഷാജി. ഞാൻ ഷാജിയെ കാത്തുകൊണ്ടിരിക്കും ഇനി, ഭാവിയിൽ, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച, അടുത്ത സമയത്ത്. ഓക്കെ, ഇനി ഇതിനെല്ലാം നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഷാജി എന്ന ഉത്തരമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ ഷാജിയെ കാത്തുകൊണ്ടിരിക്കുന്നു, നീ ആരെയാണ് ഇപ്പോൾ കാത്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ആരെ എന്ന് വരുമ്പോൾ എന്ത് വരും? ഹും. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഐ എന്നത് എപ്പോഴും യു എന്ന് മാറും, വി വന്നാലും യു എന്ന് വരും ചോദ്യമാകുമ്പോൾ അല്ലേ? അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ആം, ഈസ്, ആർ, ഇങ്ങനെ 3 പേരാണുള്ളത്. അതിൽ ആറാണ് ചേർക്കുന്നത്. സോ ഹും ആർ യു വെയിറ്റിംഗ് ഫോർ? നീ ആർക്ക് വേണ്ടിയാണ്, ആരെയാണ് നീ കാത്തുകൊണ്ടിരിക്കുന്നത്? ഹും ആർ യു വെയിറ്റിംഗ് ഫോർ? ഹും ആർ യു വെയിറ്റിംഗ് ഫോർ? ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് ഷാജി. ഐ ആം വെയിറ്റിംഗ് ഫോർ ഷാജി. അങ്ങനെ പറയാം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഷാജി. അപ്പം നോക്കൂ, when you came here for the first time, I was waiting for my friend ഷാജി. ഞാനപ്പോൾ ഷാജിയെ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിന് ആ ഇൻസിഡൻറ്റുമായിട്ട് നമ്മളൊരു കണക്ഷൻ പറയുകയാണ്. അപ്പോൾ നോക്കാം, I was waiting for, അപ്പം നോക്കണ്ട്, ഹും വേർ. നോക്കാം, ഹും വേർ യു. വാസ് എന്നത് ഒരാളെ ഉദ്ദേശിക്കുമ്പോഴാണ് പറയുക. യു എന്നത് ഒരാളാണെങ്കിലും ഒന്നിലധികം പേര് യു എപ്പോഴും ബഹുവചനമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ യുവിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഓക്സിലറീസ് വരുള്ളൂ. ഇത് പ്രസൻറ്റിലായപ്പോൾ ആറ് വന്നു, പാസ്റ്റിലായപ്പോൾ വേറെ വന്നു. സോ ഹും വേർ യു വെയിറ്റിംഗ് ഫോർ? ഹും വേർ യു വെയിറ്റിംഗ് ഫോർ? ആരെയാണ് നീ കാത്തുകൊണ്ടിരുന്നത്?
കണ്ടിന്യൂറ്റി ഉണ്ട്, തുടർച്ചയുണ്ട്. പക്ഷേ ഇപ്പോഴല്ല, അപ്പോൾ ആ സമയത്ത് അറ്റ് ദാറ്റ് ടൈം വെൻ ഐ കെയിം ദർ, വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, യു ആർ വെയിറ്റിംഗ് ഫോർ സം വൺ ആൻഡ് ഹൂം വെർ യു വെയിറ്റിംഗ് ഫോർ. ഞാൻ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പം ദാറ്റ് ഡേ വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് യു വർ വെയിറ്റിംഗ് ഫോർ സം വൺ ഓർ സംബനി, ഹൂം വെർ യു വെയിറ്റിംഗ് ഫോർ. ആക്ച്വലി ഐ വാസ് വെയിറ്റിംഗ് ഫോർ, അപ്പോൾ അങ്ങനെ പറയും, ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഷാജി. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അയാൾ പറഞ്ഞേക്കാം. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഹും വെർ വെയിറ്റിംഗ് ഫോർ. ഇനി അടുത്ത ടെൻസിലേക്ക് നമ്മളിതാ ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ ഷാജി. അപ്പോൾ എങ്ങനെ വരും? ഹും, ഈ രണ്ട് ഓക്സിലറീസ് നോക്കുക, ഹും വിൽ, അതിനുശേഷം യു ചേർക്കുക, വീണ്ടും ബി ചേർക്കുക. ഹും വിൽ യു ബി, ഹും വിൽ ബി യു എന്നല്ല, ഹും വിൽ യു ബി വെയിറ്റിംഗ് ഫോർ, ഹും വിൽ യു ബി വെയിറ്റിംഗ് ഫോർ, ഹോം വിൽ യു ബി വെയിറ്റിംഗ് ഫോർ. ഓക്കെ, അപ്പോൾ 3 കാലങ്ങളിലും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു. ഹോം ആർ യു വെയിറ്റിംഗ്, ഹോം വേർ യു വെയിറ്റിംഗ് ആൻഡ് ഹോം വിൽ യു ബി വെയിറ്റിംഗ്. ഇതാണ് വ്യത്യാസം. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ, നമ്മളിപ്പോൾ പതിവ് കാര്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുകയെന്ന് പഠിച്ചു കഴിഞ്ഞു. സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെ ചോദിക്കാമെന്ന് പറ്റും, ഭാവിയിൽ സംഭവിക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ്, തുടർന്നു കൊണ്ടിരിക്കുന്ന 3 കാലങ്ങളും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ തുടരുന്നത് ആൻ ആക്ഷൻ ദാറ്റ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ, an action that continued for a while in the past, an action which will be continued or which will be going on in future. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരും. അപ്പോൾ നമുക്ക് ടെൻസിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് ഇടാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സെഗ്മെൻറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാക്കാൻ പഠിക്കുന്നതോടെ നമുക്ക് സംസാരിക്കാൻ ചെറിയ തോതിൽ കഴിയും. അപ്പോൾ നമ്മൾ ഏറ്റവും കൃത്യമായ പ്രിസൈസായ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് സംസാരിക്കാനുള്ള ആദ്യ സ്റ്റെപ്പ്. തെറ്റുകൂടാതെ സംസാരിക്കാനാണ് നമ്മളിതിൻ്റെ പാറ്റേൺ എല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.